ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനുള്ള പുറപ്പാടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചുമ്മാ റോ ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എഴുതുന്നത്, പഠിക്കുന്നത്, അങ്ങനെയൊക്കെ. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ വന്നു. ഫോളോവേഴ്സ് വന്നപ്പോഴത്തേക്കും ആളിൽ ഇപ്പോൾ 10K ആയി കേട്ടോ. 10K ആയപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനത്തെ സംഭവം അങ്ങ് നിർത്തിയിട്ട് കുറച്ച് കറക്റ്റായിട്ട് പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ എന്താ ചെയ്യാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നില്ല. എനിക്ക് സമയം കിട്ടുമ്പം ഇപ്പം ഈ സമയത്ത് എനിക്ക് സമയം കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇത്ര ആൾ കൂടിയപ്പോഴത്തേക്കും എല്ലായിടത്തും കൂടി എനിക്ക് സംസാരിക്കുമ്പോൾ ചമ്മല്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ചമ്മി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് ഏത് സമയത്താണെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ. അങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എന്താ ആദ്യം തന്നെ ക്ഷമ വേണം. കാരണം ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ആക്കി ഇന്ന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോവാണ്. ഞാൻ പ്രിപ്പയർഡ് അല്ല, എൻ്റെ ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ബി ഹിയർ. കണ്ടിന്യൂ വാച്ചിങ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് ഒന്ന് അറിയിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സമ്മറി ആയിട്ട് ഇവിടെ പറഞ്ഞേക്കാം. ഞാൻ ഇന്നൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതേ നമ്മൾ വിചാരിച്ചത്ര എളുപ്പമുള്ള പണിയില്ല. എൻ്റെ ഒരു 2 മണിക്കൂർ ഞാൻ എടുത്തു കേട്ടോ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ വിഷൻ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ എടുത്തു. അതിൻ്റെ പിറക്കെ ഞാൻ ഇരുന്നു. ആ 2 hours ഇരുന്നിട്ട് കുറേ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചത് ഫിസിക്കലായിട്ട് ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടൊക്കെ വാങ്ങിച്ചിട്ട് ചാർട്ടെല്ലാം സെറ്റ് ചെയ്ത് അതിനകത്ത് പല പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി അത് നടക്കുന്ന പരിപാടിയല്ല. അത് കാരണം എന്താ, അത് ഇതിനേക്കാൾ സമയം എടുത്തേനെ. അതിൻ്റെ ഫോട്ടോസ് ഞാൻ പ്രിൻ്റ് എടുക്കണം, ഞാൻ അതിന് കടയിൽ പോകണം, പിന്നെ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ആ കളർ ഫോട്ടോ എടുക്കണം, അതിന് പൈസ കൊടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് ചാർട്ട് ഗമ്മ് മൊത്തത്തിൽ മെനക്കെട്ട പണിയായിപ്പോയേനെ. അതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ ഞാൻ ഡിജിറ്റലായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയതാണ്. അതെനിക്ക് എന്ത് ചെയ്താൽ മതി, ഇനി എനിക്ക് അതിനൊരു കോപ്പി എടുത്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ എൻ്റെ വിഷൻ ബോർഡിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ വർഷം പകുതി ആയപ്പോഴത്തേക്കും 2020 തുടക്കത്തിലൊന്നും ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ല. പകുതി ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇത് നോക്കട്ടെ പിന്നെ നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്തെന്ന് അറിയാമോ, ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ചെറിയ ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്തു, ഓക്കെ എൻ്റെ വിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം 10K ഒക്കെ ആയിരുന്നു കേട്ടോ. 20K ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് വേണ്ടത് എന്ന് എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബിനകത്ത് 5K സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് എഴുതി വെച്ചു. കാരണം യൂട്യൂബിലൊക്കെ 5K കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ മോണിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ 5000 എന്ന് പറയുമ്പോൾ അതൊരു മുട്ടൻ സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 5K എഴുതാം എന്ന് വെച്ചിട്ട് ഞാൻ അത് എഴുതി. അതിനൊക്കെ തന്നെ പിന്നെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 സാധനമാണ് മെയിൻ. ഞാൻ ചെറിയ പേപ്പറിനകത്ത് എഴുതിയത്. കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് നോക്കി ഇൻസ്റ്റാഗ്രാമിൻ്റെ 27K ആണ് ഫോളോവേഴ്സ്. അതുകൊണ്ട് തന്നെ യൂട്യൂബാണ് എന്നെ ഞെട്ടിച്ചത്. മോണിറ്റൈസായി. അതുകൊണ്ട് തന്നെ 10K അല്ല 12K ആയി തോന്നുന്നു ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്. നോക്കിയേക്കണേ, 12K സബ്സ്ക്രൈബേഴ്സുമായി. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്യും അതിനനുസരിച്ച്. 12K ഇപ്പം യൂട്യൂബിൽ ആ സമയത്ത് ഭയങ്കര വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടണമെന്നൊരു നിർബന്ധമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉളപ്പി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അത് എന്താ വലിയ ഉപയോഗമൊന്നും ഇല്ല അതായതെന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങ് മടിയായിപ്പോയി. അങ്ങനെ യൂട്യൂബിനെ ഞാൻ നോക്കാതായി. പക്ഷേ ഇപ്പം ഇനി അങ്ങനെയല്ല, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ വിഷൻ ബോർഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. റെഡിയാണോ കേൾക്കാൻ? ഓക്കെ, സോ ഗൈസ് ഇന്ന് ഞാൻ ചെയ്ത വിഷൻ ബോർഡാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ? നല്ലേ, ഇതാണ് വിഷൻ ബോർഡ്. അയ്യോ, ക്യാൻവയിലാണ് ചെയ്തത്. ഇതാണ് വിഷൻ ബോർഡ്.
കാണുന്നുണ്ടല്ലോ, ക്യാൻവയിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വിഷൻ ബോർഡ് സെറ്റാക്കി. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിൻട്രസ്റ്റ് യൂസ് ചെയ്യാം. നിങ്ങൾ ഡിജിറ്റലായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിൻട്രസ്റ്റ് യൂസ് ചെയ്യാം. പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഒരുപാട് പിക്ചേഴ്സ് വരും, നല്ല കളർഫുള്ളായിട്ട് ഒരുപാട് പിക്ചേഴ്സ് വരും. ആ പിക്ചേഴ്സിന് ഇഷ്ടമുള്ളത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ യോഗ. എനിക്കിപ്പം എൻ്റെ അനിയത്തിയുടെ കല്യാണമൊക്കെ അടുത്ത ഈ വർഷം വരുന്നുണ്ട്, 2026 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെഡ്ഡിങ്ങിൻ്റെ സംഭവങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനൊക്കെ തന്നെ യോഗയുടേത്, ട്രാവലിൻ്റെത്, അതാണ് ഈ ഒരു കോമ്പിനേഷനിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിക്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, പിൻട്രസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യും. നല്ല ഭംഗിയാണ് പിൻട്രസ്റ്റിലെ പിക്ചേഴ്സാണ്. നമുക്കിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. കണ്ടോ, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എസ്തെറ്റിക് അതാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. കണ്ട, എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിൾ അറേഞ്ച് എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ട്രാവൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം. പിന്നെ റിലേഷൻഷിപ്പ് ഗോൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം. അങ്ങനെ നിങ്ങൾ ഫുഡ് ഡയറ്റ് പ്രോപ്പർ ആക്കണമെങ്കിൽ പ്രോപ്പർ ഡയറ്റിൻ്റെ കാര്യങ്ങൾ അടിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാം. പിക്ചേഴ്സ് ഡൗൺലോഡ് എടുക്കുക, വീഡിയോസ് ഡൗൺലോഡ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, അത് അറേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ യൂസ് ചെയ്യാം. ക്യാൻവയ്ക്കകത്ത് നിങ്ങൾ വിഷൻ ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് വിഷൻ ബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് വരും. പ്രീമിയം ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രീമിയം ആയിട്ടുള്ള ഒരുപാട് നല്ല വെറൈറ്റി സാധനങ്ങളും കൂടി വരും കേട്ടോ. അപ്പോൾ ഞാൻ പ്രീമിയം ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു ടെംപ്ലേറ്റ്സ് വന്നേക്കുന്നുണ്ടോ, ടെംപ്ലേറ്റ്സ് അതിനകത്ത് കണ്ട വിഷൻ ബോർഡ് സെലക്ട് ചെയ്തുകൊണ്ട് വിഷൻ ബോർഡിൻ്റെ ഒരുപാട് ടെംപ്ലേറ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം വിഷൻ ബോർഡ് എന്നൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയിട്ട് അതിന് പകരം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗാലറിയിൽ പോയിട്ട് ആ പിക്ചേഴ്സ് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വിഷൻ ബോർഡ് ഡിജിറ്റലി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ എന്നെ ഡിജിറ്റലി പ്രിപ്പയർ ചെയ്ത ഒരു വിഷൻ ബോർഡാണ് ഈ കിടക്കുന്നത്. അതിന് എനിക്ക് കുറച്ച് ഗോൾസ് ഒക്കെ ഉണ്ട്. ഡ്രൈവിംഗ് കറക്റ്റായിട്ട് ഡ്രൈവിംഗ് പഠിക്കണം, ഡ്രൈവിംഗ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ബോഡി ഫിറ്റ് ആക്കണം, ഡയറ്റ്, പിന്നെ മണി, ട്രാവൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ന് രാവിലെ എണീക്കുമ്പം ഇപ്പം എൻ്റെ ഈ ഫോണിനകത്ത്, ഇപ്പം വീഡിയോ എടുക്കുന്ന ഫോണിനകത്ത് എൻ്റെ വാൾപേപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിഷൻ ബോർഡിൻ്റെ ഈ ഒരു പിക്ചർ എടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അതാണ് കാരണം ഞാൻ പ്രിൻറ്റ് എടുത്തിട്ട് നമ്മൾ പറയാം, ഈ സ്പേസ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊന്ന് ക്ലിയർ ആക്കണം. ഈ സ്പേസ് വെച്ചിട്ട് നമുക്കിനി ഈ വീഡിയോ ക്ലിക്ക് ആവണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വീഡിയോ എടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ക്ലിക്ക് ആവണമെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇവിടെ കണ്ടിന്യൂസ് വീഡിയോസ് എടുക്കത്തുള്ളൂ. അതാകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആണ്. കുറച്ച് സമയം ചുമ്മാ ഇങ്ങനെ കൂളായിട്ട് വൈകിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ വിഷൻ ബോർഡ് ഇന്ന് ഞാൻ സെറ്റ് ചെയ്തു, അതിനെ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വിഷൻ ബോർഡ് ഇത്രയേ ഉള്ളൂ. കഥം വേറെ പ്രത്യേകിച്ച് ഇന്ന് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ എനിക്ക് പറയാനുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ ഞാനൊരു ബുക്ക് വായിക്കാൻ തുടങ്ങി. ഈ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങി. റോബിൻ ശർമ്മ മെഗാ ലിവിംഗ് എന്ന് പറഞ്ഞാൽ 30 Days to Perfect Life എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്പേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം എല്ലാ ദിവസവും. അതെടുക്കാൻ നിങ്ങൾ PSC പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഡെയിലി ഒരു ഉച്ച നേരം നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ സമയം കണ്ടെത്തുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് മടുക്കത്തില്ല. പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താ, വെറുതെ അങ്ങ് പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ അതിനേക്കായി നിങ്ങൾക്കൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള പഠനം പഠനം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടാം. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം. ഈ വീഡിയോ എനിക്കറിയാം റോ ആണ്, എനിക്ക് ഡെക്കറേഷൻ ഒന്നുമില്ലാതെ അതിൻ്റെ മതിലത്ര ഭിത്തി വലിയ വൃത്തിയൊന്നുമില്ല. ഓക്കെ, നമുക്കിവിടെ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് ഞാൻ എടുക്കാം, ഇഫ് യു ആർ സപ്പോർട്ടിങ് മീ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എനിക്ക് എന്തൊക്കെയൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇനിയും എനിക്ക് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്ന ആളല്ല, എനിക്ക് ഒരുപാട് എന്തൊക്കെയൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ, സെൽഫ് ഡെവലപ്മെൻറ്റാണ്. എന്തൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കുഞ്ഞു രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സെൽഫ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കുഞ്ഞൊരു പോർഷൻ. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനൊക്കെ തന്നെ നമുക്ക് കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാച്ചിൻ്റെ കാര്യങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഞാൻ ഉടനെ അത് അനൗൺസ് ചെയ്യും. അതിൻ്റെ കാര്യം അതിന് CPOയുടെ സ്പെഷ്യൽ ബാച്ച്, അതിനൊക്കെ തന്നെ CEOയുടെ സ്പെഷ്യൽ ബാച്ച്, APയുടെ സ്പെഷ്യൽ ബാച്ച് റണ്ണിങ് ആണ്, SCRTയുടെ ബാച്ച് റണ്ണിങ് ആണ്. ഇതെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ടൊന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ള ഐഡിയ ആയിട്ട് വരാം. അപ്പം ഇതൊരു സീരീസ് ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യാം. ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സീരീസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.